രാഹുൽ ഈശ്വറിന് മനസ്സിലാവുന്നത് എന്താണ്? ഇപ്പോ ഈ കെ പി ശശികല പറഞ്ഞത് ഇതൊക്കെ ഈ പാടാൻ ഇയാൾ ആരാണ് എന്ന് തന്നെയല്ലേ അവർ ചോദിച്ചിട്ടുള്ളത്? അനുജാവേട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശശികല ടീച്ചർ പറഞ്ഞതിനോട് പൂർണ്ണമായും ബഹുമാനത്തോടെ വിയോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ശശികല ടീച്ചർ ഉപയോഗിച്ച വാക്കടക്കം പിൻവലിക്കണം എന്ന് പറയുന്നതാണ്. ശശികല ടീച്ചർ ഇവിടെ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല. അതായത് ഈ ഗോത്രകലകളാണ് യഥാർത്ഥത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടേണ്ടത്. വേടൻ അടക്കമുള്ള സമൂഹത്തിൽ ഗോത്രകലകളാണ് സർക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുള്ളതാണ്. വേടന് റാപ്പ് സംഗീതം പാടാൻ പറ്റില്ല എന്നർത്ഥം അതിനകത്തില്ല. പക്ഷെ അത് ആയിക്കോട്ടെ, അത് മറ്റൊരു ഇനി രണ്ട്, ഇപ്പൊ മധുവിന്റെ കാര്യം അടക്കം ഞങ്ങളുടെ തനത് മാത്രം കൊണ്ടിരിക്കാൻ പറ്റത്തില്ല. ഏതാണ് ആരാണ് പാടേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്ന ആരാണ് രാഹുൽ ഈശ്വർ? ഇത് ശരിക്കും അവർ ചോദിക്കുന്ന ഒരു ടോണിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഈശ്വർ അതിനെ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ ടോണിൽ നിന്ന് കാര്യങ്ങൾ വ്യക്തമാണ്. ഏത് പാടണം എന്നൊക്കെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്നുണ്ട്. ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ് എന്ന് കൂടി പറയുകയാണ്. ഞങ്ങൾ ആജ്ഞാപിക്കുകയാണ് സർക്കാരിനോട് എന്നൊക്കെയാണ് നിന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവർ പറയുന്നത് എന്നുള്ളത് അവർക്ക് പോലും ബോധ്യമുണ്ടോ എന്ന് നമുക്കറിയില്ല. അനുജാജി, എനിക്ക് സംഘത്തെയും ശശികല ടീച്ചറെ നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് പറയുന്നത്. സംഘം വിശ്വസിക്കുന്നത് ഒരു ഹിന്ദുത്വത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദുക്കൾ ഒന്നിക്കണമെന്നാണ്. സംഘത്തിനുള്ളിലുള്ളവർക്ക് ഈ ഉച്ചനീചത്വങ്ങളോ ജാതിബോധങ്ങളോ ഇല്ല. പക്ഷെ അവരുടെ പ്രത്യയശാസ്ത്ര ഹിന്ദുത്വമാണ്. ഞാനൊരു ഗാന്ധിയനാണ്. ഞാൻ വിശ്വസിക്കുന്ന ഹിന്ദു വേറെ, ഹിന്ദുത്വം വേറെ. പക്ഷെ സംഘത്തിലിരിക്കുന്നവർക്ക് ഈ ജാതിബോധമോ ഒരു ജാതിയുടെ പേരിൽ ആരെയും അപമാനിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ല എന്നുള്ളത് സംഘത്തെ അറിയുന്നവർക്കറിയാം. അപ്പൊ സംഘത്തോട് ബഹുമാനപരസരമുള്ള വിയോജിപ്പും മുസ്ലിങ്ങളോടുള്ള സമീപനത്തിൽ RSSനും സംഘം എടുക്കുന്ന നിലപാടിനോട് വിയോജിപ്പുള്ള വ്യക്തിയാണ് ഞാൻ. പക്ഷേ വേടനെ ഒരിക്കലും അപമാനിക്കില്ല. പക്ഷെ വേടനോടുള്ള സമീപനം വേറെ ആവണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അവിടെയാണ് ഒരു വരി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് RSSന്റെ സർസംഘ് ചാലക് മോഹൻ ഭഗവത്ജി പറഞ്ഞിരുന്നു, പിന്നോക്കക്കാരെ വിശ്വാസത്തിലെടുക്കാൻ ബീഫ് കഴിക്കേണ്ടി വന്നാൽ അതുപോലും ചെയ്യണമെന്ന്. ഓർക്കുക, പറയുന്നത് RSSന്റെ സർസംഘ് ചാലകാണ്. അതായത് പശുവിന്റെ ഇറച്ചി കഴിക്കുന്നത് ഏറ്റവും വലിയ പാപമായി കാണുന്ന ഒരു സമൂഹത്തിൽ 1857 നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പോലും പശുവിന്റെ പേരിലാണ് ഉണ്ടാകുന്നത്. പക്ഷേ മോഹൻ ഭഗവത്ജി പറയുന്നത് അവർക്കൊരു സന്ദർഭത്തിൽ പോയപ്പോൾ പിന്നോക്ക വിഭാഗത്തിലെ വ്യക്തികൾ ഇവർക്ക് ബീഫാണ് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പൊ ഇവർക്ക് കഴിക്കാതിരിക്കാൻ പറ്റിയില്ല. കാര്യം കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഉച്ചനീചത്വം ഉണ്ടെന്ന് തെറ്റിദ്ധരിക്കും. അപ്പൊ മോഹൻ ഭഗവത്ജി പറയുന്നുണ്ട്, അങ്ങനെ വന്നാൽ അങ്ങനെ പോലും കഴിക്കാൻ തയ്യാറാകണം. കാരണം നമുക്ക് അത്രമാത്രം തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഒരുപാട് നന്മയുടെ നിലപാടുകൾ എടുക്കുന്നവരുണ്ട്. ഇവിടെ ശശികല ടീച്ചറിന് ഒരു പ്രശ്നം ആത്മാർത്ഥമായി മോഹൻ ഭാഗവത് ഇങ്ങനെ പറഞ്ഞ കാര്യത്തെക്കുറിച്ചൊന്നും അല്ലല്ലോ രാഹുൽ ഈശ്വർ. നമ്മൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ഇന്നും ഇന്നലെയുമായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ താങ്കൾ പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ പറയുന്ന ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ അവിടെയാണ് ഒരൊറ്റ കാര്യം ധന്യാജിയോട് യോജിക്കുന്ന ഒരു മേഖലയാണ്. പലപ്പോഴും ഞാൻ അടക്കമുള്ളവർക്ക് മനസ്സിലാകാതെ പോകുന്നത് ഒരു സ്ട്രക്ചറൽ കാസ്റ്റീസം, ഘടനാപരമായ ജാതീയത നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും ഒരു നമ്പൂതിരി നായർ പ്രിവിലേജ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവർക്ക് നമ്മുടെ പിന്നോക്കക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനസ്സിലാകാറില്ല എന്നുള്ളൊരു സത്യമാണ്. അതാണ്ട് വലിയൊരു ഉദാഹരണമാണ് ഇന്നലെ ബിന്ദുവിന് സംഭവിച്ചത്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് പലപ്പോഴും മധുവിന് സംഭവിച്ചത്. ചീഫ് സെക്രട്ടറി പറഞ്ഞില്ലേ നിറത്തിന്റെ പേരിൽ എന്താണ് മനസ്സിലാകാത്തതാണോ അതോ മിനി കണ്ണടച്ചിരുട്ടാക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചർച്ച ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് വേടൻ അനുഭവിച്ചു വന്ന കാര്യത്തെക്കുറിച്ചാണ് വേടൻ പറഞ്ഞു വെക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന്റെ പാട്ടുകൾ. ഒരൊറ്റ വരി കൂടെ പറഞ്ഞു അവസാനിപ്പിക്കും. ഇപ്പൊ വേടനെയും എന്നെ അറസ്റ്റ് ചെയ്താൽ ഒരിക്കലും വേടന്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്ന് പറയുന്നത് പോലെ എന്റെ അമ്മയെ കുറിച്ച് ഒരു പോലീസുകാരൻ പറയില്ല. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വിഷയം സ്വത്വ രാഷ്ട്രീയത്തിന്റെ വിഷയം, പിന്നോക്ക സമൂഹങ്ങളുടെ വിഷയം വരുമ്പോൾ ഒരു എക്സ്ട്രാ സെൻസിറ്റീവായി തന്നെ പെരുമാറണം. കാര്യം ധന്യാജി അടക്കം, ധന്യാജി അതിന്റെ വലിയ കോസിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ധന്യാജി അടക്കം ഒരുപാട് പേർ പിന്നോക്ക വിഭാഗത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ആദരവോടുകൂടിയും അതിനോട് വിയോജിപ്പുണ്ടാകാം. പക്ഷെ സമ്മതിക്കുമ്പോൾ കുറച്ചവരെ അല്ലെങ്കിൽ നല്ല രീതിയിൽ അക്കോമഡേറ്റ് ചെയ്ത് തന്നെ പോകണം. അപ്പൊ മധുവിന്റെ കാര്യത്തിൽ ധന്യാജിക്ക് അറിയാം 1.5 ലക്ഷം രൂപയോളം ആദ്യം മധുവിന്റെ വീട്ടിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് അവരുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഭാഷയും അടക്കമുള്ളത് മനസ്സിലാകും. അപ്പൊ നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നവർ, കോൺഗ്രസും BJPയും CPM നിൽക്കുന്നവർ പിന്നോക്ക വിഭാഗത്തിന്റെ വിഷയങ്ങളെ കുറെ കൂടെ അക്കോമഡേറ്റ് ചെയ്യണം. ഇതിന് പുരോഗമന പ്രസ്ഥാനമായ CPM പോലും എത്രയോ കാലത്തിന് ശേഷമാണ് പോളിറ്റ് ബ്യൂറോയിലേക്ക് ഒരു ദളിതൻ വന്നത് ഒരു രാമചന്ദ്രനാണ്, സന്തോഷം. പക്ഷേ എത്രയോ കാലത്തിന് ശേഷമാണ്. അപ്പൊ ഈ കാസ്റ്റ് വിഷയത്തെ കുറെ കൂടെ സെൻസിറ്റീവായി നമ്മൾ എല്ലാം കൈകാര്യം ചെയ്യണം. അതാണ് മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ നമ്മളെ പഠിപ്പിച്ചത്.